പിന്നീട് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. വയനാട്ടിലെ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം ആയുധമാക്കിയാണ് LDF. മേപ്പാടി കുന്നംപറ്റയിലെ കോൺഗ്രസ് ഭൂമിയിൽ കുടിൽകെട്ടി സമരം നടത്തുകയാണ് DYFI. സംസ്ഥാന പ്രസിഡന്റ് V. വസീഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ LDF ഇപ്പോൾ വയനാട്ടിലെ പുനരധിവാസം, അത് ഭവന നിർമ്മാണം, അത് എങ്ങനെയാണ് ഇപ്പോൾ LDF ആയുധമാക്കുന്നത്? സ്മൃതി, കോൺഗ്രസ് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി 130 വീടുകൾ ഇവിടെ 5.5 ഏക്കർ, അതായത് മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിൽ 5.5 ഏക്കർ ഭൂമിയിൽ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി. എന്നാൽ 1 മാസം പൂർത്തിയായിട്ടും ഇവിടെ ഒന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞ് ഇനിയിപ്പോൾ വീടുകളിലേക്ക് ആളുകൾ മാറി താമസിക്കാനായി എത്തുന്നു. അതിനിടയിലാണ് കോൺഗ്രസ് 6 മാസം കൊണ്ട് ഈ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് നേരത്തെ അറിയിച്ചത്. എന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കാണുന്ന ഭൂമിയിലാണ് ഇതിപ്പോ കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഈ ടിൻ ഷീറ്റൊക്കെ ഇട്ട് ഇവർ മറച്ചത്. ഇതിനകത്ത് ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ കുടിൽകെട്ടി സമരം തീരുമാനിച്ചിട്ടുള്ളത്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വസീഫിന്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. എങ്ങനെയാണ് എവിടെയാണ് കുടിൽകെട്ടാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കേരളത്തിലുടനീളം സംസ്ഥാനത്താകമാനം DYFI പ്രവർത്തകർ, DYFIയുടെ സഖാക്കൾ ഇങ്ങനെ ഇവരുടെ ഈ കള്ളത്തരം, ഈ പണം പിരിച്ചു മുക്കി നുണ പറഞ്ഞു നടക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ കുടിൽ കെട്ടി സമരം നടത്താൻ പോവുകയാണ്. ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങളിപ്പോൾ കുടിൽ കെട്ടി പ്രതീകാത്മകമായി കുടിൽ കെട്ടും. സാധനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ താഴെയുണ്ട്. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ കുടിൽ കെട്ടും. നിങ്ങളൊക്കെ സാക്ഷി നിർത്തി ഇതിന്റെ പരിസരത്ത് ഞങ്ങൾ കുടിൽ കെട്ടി സമരം നടത്തും. കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഇത് അവർ പഞ്ചായത്തിൽ ഒരു തരത്തിലുള്ള അനുമതി ആ വീട് അവർ പറയുന്ന സമയത്ത് നൽകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. എന്താണ് അതിനകത്തുള്ള? അത് അവരുടെ വീടാണെന്നാണ് പറയുന്നത്. അതെ, അവരുടെ വീട് ആയിക്കോട്ടെ. ആ വീടാണല്ലോ നിങ്ങൾ കണ്ടത്. പണമാണ്, അല്ലാതെ ആ വീടാണല്ലോ ഇപ്പൊ കണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വീട് പബ്ലിക് മണി അല്ല, അവരുടെ പ്രവർത്തകരെ സമാഹരിച്ച പണം അല്ല. ഞാൻ അതാ അവരോട് ചോദിക്കുന്നത്. ഞങ്ങളൊരു 20 കോടി രൂപ സമാഹരിച്ചല്ലോ. അവരെ പോലെ റെസിപ്റ്റ് ഉപയോഗിച്ചോ ആപ്പ് ഉപയോഗിച്ചോ പിരിച്ചതല്ല. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാ. കേരളത്തിലെ DYFI സഖാക്കൾ ആക്രി പെറുക്കി, ഈ ചക്ക പറിച്ച്, തേങ്ങ വലിച്ച് വിറ്റ്, കല്ല് ചുമന്നൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ പലരും അത് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ സമാഹരിച്ച അക്കൗണ്ടിലിട്ട പണം 20 കോടി രൂപ കേരളത്തിന്റെ ഈ ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് കൈമാറിയവരാ ഞങ്ങളെ പത്രസമ്മേളനം വിളിച്ച് ആക്ഷേപിച്ച് എന്നിട്ടും വരും. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പലിശ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണോ നിങ്ങൾ നടത്തുന്നത്? ശരിക്കും അല്ല, അങ്ങനെയാണോ? ഞങ്ങൾ അങ്ങോട്ട് അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെയാണോ? ഞങ്ങൾ എത്ര ദിവസമായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ വീട് എവിടെ കോൺഗ്രസേ, ആപ്പ് ഇവിടെ കോൺഗ്രസേ എന്ന് ഞങ്ങൾ ഒരുപാട് മുമ്പ് ചോദിച്ചില്ലേ? ആ ചോദ്യം ഞങ്ങൾ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് കേരളത്തിന് ഇങ്ങനെ ഒരു സ്ഥലമെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റിയത്. ഞങ്ങൾ നിരന്തരമായി ചോദിച്ചതിന് ശേഷമല്ലേ ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റിയത്. നിങ്ങൾ ആനക്കാടാണെന്ന് പറഞ്ഞു പറഞ്ഞത്. ഞാൻ ആനക്കാടാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. നിങ്ങളെ കാണുന്ന ഇതിനിടയ്ക്ക് സർക്കാർ നൽകിയിരിക്കുന്ന 15 വീടുകൾ, ആ വീട്ടിൽ കറണ്ടും വെള്ളവും എത്തിയിട്ടില്ല എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ താമസം തുടങ്ങാനായിട്ടില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതൊന്ന് ചോദിക്കാമോ വസീഫിനോട്? ഇതിന് ഈ വീട് പണി തുടങ്ങുന്ന ഒരുപാട് പ്രോസസ് ഉണ്ടല്ലോ. നിങ്ങളൊക്കെ വീട് പണിയുടെ അതായത് ഇപ്പോൾ ടൗൺഷിപ്പിൽ ഇതുവരെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ട് ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നൊരു ആരോപണമുണ്ട്. അല്ല, ടൗൺഷിപ്പിൽ നമ്മളിപ്പോൾ കണ്ടതല്ലേ, ടൗൺഷിപ്പ് 178 വീടുകളുടെ താക്കോല് കൈമാറി. ആ വീടിനകത്ത് നിങ്ങളൊക്കെ കയറിയതാ. അത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ അമിനിറ്റീസ് വർക്കുകൾ, അതൊക്കെ നമ്മുടെ ആ സാഹചര്യം നമുക്കറിയായിരുന്നു. അവിടെയുള്ള ഒരു വലിയ കാലവർഷക്കെടുതിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലാഗാണ് അതിന് പ്രയാസം ഉണ്ടായത്. അവിടെ പോയി നിങ്ങളും ഞാനും ഒക്കെ ദൈനംദിനമെന്നോണം പോയി കാണുന്ന സ്ഥലമാണ് അവർ. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വഴി തിരിച്ചു വിടുക എന്നുള്ളതാണ്. ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ? ഇവിടെ പണി തുടങ്ങിയ ലക്ഷണമുണ്ടോ? പണി തുടങ്ങിയത് പോട്ടെ, നിങ്ങളിപ്പോ ചോദിച്ചില്ലേ സർക്കാർ കൈമാറിയ വീടുകളിൽ വെള്ളവും വെളിച്ചവും എത്തിയിട്ടില്ല, അതുകൊണ്ട് താമസം തുടങ്ങാനായിട്ടില്ല എന്നുള്ള മറു ആരോപണം തിരിച്ച് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും DYFI ഏറ്റെടുത്തിരിക്കുന്നു. കോൺഗ്രസ് വീടുകൾ എവിടെ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ കുത്തിയിരിപ്പ് സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്.